എന്നാ കുടിക്കേ, ആരോഗ്യം ഉണ്ടാവട്ടെ, ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. നിങ്ങളിങ്ങനെ ആലോചിച്ച് കിടക്കാണ്ട് ആ വാതുറക്ക മനുഷ്യ കഞ്ഞി കുടിക്കേ. എനിക്കിനി ഒരുപാട് നാളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നിന്റെ ഈ സ്നേഹം കാണുമ്പോ ഞാൻ ജീവിതത്തിൽ നിന്നോട് കുറച്ച് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അത് നിന്നോടിപ്പോ പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നീ അത്ര അധികം എന്നെ സ്നേഹിക്കുവാണ്. എന്നാ കുടിക്കേ, ആരോഗ്യം ഉണ്ടാവട്ടെ, ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. എടീ, നമ്മുടെ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം നിന്റെ അമ്മൂമ്മയുടെ ഒരു നെക്കലേസ് ഊരി നിനക്ക് തന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അത് കള്ളനല്ല ശരിക്കും കൊണ്ടുപോയത്. അത് ഈ ഞാൻ കള്ളൻ തന്നെയാ കൊണ്ടുപോയത്. നമ്മുടെ തെക്കേലെ സുനന്ദയില്ലേ, അവളുടെ വീട് പണി ആ സമയത്ത് നടക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞ് ചോദിച്ചതാ. അന്നേരം അവങ്ങ് കൊടുത്തു പോയി. സാരമില്ല, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. നീ അതൊക്കെ എന്തിനാ പറയണേ? വാ തുറക്ക, കഞ്ഞി കുടിക്ക. തീർന്നില്ല മുത്തേ. നിന്റെ അച്ഛൻ നമ്മുടെ ചെക്കന്റെ നൂലുകെട്ടിന് ഒരു മഞ്ഞ പട്ടുസാരി കൊണ്ടുതന്നത് ഓർമ്മയില്ലേ? ആ സാരി അത് കത്തിപ്പോയതല്ല, ഈ ഞാൻ തന്നെ അത് കത്തിച്ചതാ. ഞാൻ 100 രൂപ കൊടുത്ത് വേറൊരു മഞ്ഞ സാരി മേടിച്ച് അവിടെ കത്തിച്ചിട്ട് നിന്റെ ആ മഞ്ഞ പട്ടുസാരി അത് ഞാൻ നമ്മുടെ വടക്കേലെ റാണിക്ക് കൊടുത്തു. ആ വർഷത്തെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അതാ കൊടുത്തത്. നീ ഉടുക്കുന്ന പോലൊന്നും അല്ല, അവളത് ഉടുത്ത് കഴിയുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ അവളെ കാണാനായിട്ട്. രണ്ടാമതൊന്ന് ഉടുത്ത് കാണാൻ പറഞ്ഞിട്ട് ആ പിശാചി ഇതുവരെ അത് ഉടുത്തതും ഇല്ല. ഇനിയിപ്പോ അത് കാണാൻ എനിക്ക് യോഗം ഉണ്ടാവുമെന്നും അറിയത്തില്ല. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ പഴയ കാര്യങ്ങളൊക്കെ പറയണേ? എനിക്കൊരു കുഴപ്പമില്ലാന്നേ. വാ തുറക്കൂ, കഞ്ഞി അങ്ങോട്ട് കുടിക്കൂ. ഓർമ്മകളിൽ തികട്ടി വരുന്നത് ഒരെണ്ണം കൂടി ഉണ്ടടി. നീ പണ്ട് തൊട്ടേ പശുവിനെ വളർത്തിയും പാല് വിറ്റും പിന്നെ തൊഴിലുറപ്പിന് പോയും അയൽക്കൂട്ടത്തിലൊക്കെ ചിട്ടി കൂടിയും 10 രൂപ കൂടിയും ഒക്കെ ആയിട്ട് ഒരു 10 ലക്ഷം രൂപ സ്വരൂപിച്ച് നിന്റെ പേര് സഹകരണ ബാങ്കിൽ ഇട്ടില്ലായിരുന്നോ? അത് സത്യം പറഞ്ഞാല് സഹകരണ ബാങ്ക് പൊട്ടിയത് കൊണ്ടല്ല കിട്ടാത്തത്. ബാങ്ക് പൊട്ടി, പൈസ എനിക്ക് കിട്ടി, ഞാനത് വാങ്ങിച്ച് വേറെ സ്ഥലത്ത് പൊട്ടി. നിനക്ക് ആ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന ഷക്കീല അറിയത്തില്ലേ? അവളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മറിയയില്ലേ, മറിയയുടെ മോള് കാനഡയ്ക്ക് പോയായിരുന്നല്ലോ, രേഷ്മ. അപ്പൊ ആ കൊച്ചിനെ കാനഡയ്ക്ക് പോകാനായിട്ട് ആ ഇടയ്ക്ക് അവർക്ക് പൈസക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എന്നോടൊന്ന് ചോദിച്ചു. അപ്പൊ അവര് ഷക്കീലെ മറിയം കൂടെ വന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ കൊടുക്കാതിരിക്കണം? ഞാൻ എടുത്ത് കൊടുത്തു. കാര്യം അവളെന്നെ കൊച്ചായത് കൊണ്ടൊന്നും അല്ല, പക്ഷെ ഞാനത് അവിടെ കൊണ്ടുപോയി കൊട്ടി. ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിന്റെ ഈ സ്നേഹം കാണുമ്പോൾ ഇതൊന്നും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നീ ഇതൊക്കെ ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിച്ചു എന്ന് എന്നോട് പറയണം. എന്നാലേ ഉള്ളൂ എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കിട്ടുള്ളൂ. ഞാനേ ഈ കഞ്ഞി കൊണ്ട് വെച്ചിട്ട് വരാട്ടോ. നിങ്ങളൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങ. ഇപ്പൊ വരാം. ഫാനിന്റെ സ്പീഡ് കൂട്ടണോ? മനസ്സിലെ ഭാരമെല്ലാം കുറഞ്ഞു, ഇനി ഒന്നും വേണ്ട. ഞാനിപ്പോ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. അമ്മേ, അച്ഛൻ ഈ കണ്ട ഉടായ്പെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടും അമ്മ എന്തൊരു ഭാവവ്യത്യാസം ഇല്ലാണ്ട് ഇങ്ങനെ പോണേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമേ. അമ്മേ അമ്മേ ഇതെന്ത് പേപ്പറാ? നീ ഇത് പിടിച്ചേ, എന്നിട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്നതൊക്കെ ഒന്ന് വായിച്ചേ. സിമന്റ് 5 ചാക്ക്, മണല് എംസാൻഡ് തന്നെ വേണം. അതും പെട്ടി ഓട്ടോറിക്ഷയില് 1 ലോഡ് വേണം. ചുടുകട്ട അല്ലെങ്കിൽ സിമെന്റ് കട്ട 100, ചന്ദനം, പൂവ്, പിന്നെ സാമ്പ്രാണി, അവല്, മലര്, കർപ്പൂരം, നിലവിളക്ക്. ഇതെല്ലാം കൂടെ എന്തോന്നിനമ്മേ? ഞാൻ ചോദിച്ചതെന്ത്, അമ്മ തന്നതെന്ത്? എന്തോന്നിനത്? എന്തോന്നിനാന്നോ? അയാൾ എന്നോട് കാണിച്ച നാറിത്തരത്തിന് ഗ്രീഷ്മ കഷായത്തിനകത്ത് സയനൈഡ് ജോളിയെ മിക്സ് ചെയ്ത് കഞ്ഞിയിലാക്കിയാ ഞാനിപ്പം കൊടുത്തതായിട്ട്. മാറങ്ങൂടെ. ഈ സാധനം എല്ലാം മേടിച്ചിട്ട് വേണം അയാൾക്കുള്ള സമാധി പണിയാൻ. എന്റെ പുറകെ നടക്കാണ്ട് പോയി മേടിച്ചോണ്ട് വേണം പോകാനല്ലേ പറഞ്ഞത്? ആ സമാധി പണിതിട്ട് വേണം അതിന്റെ മുമ്പിൽ എനിക്കൊരു ഭണ്ഡാരക്കുറ്റി വെക്കാൻ. എന്നിട്ട് വേണം നിങ്ങൾ നശിപ്പിച്ചത് മുഴുവൻ എനിക്ക് തിരിച്ചു പിടിക്കാൻ. എന്റെ 10 ലക്ഷം, എന്റെ പട്ടുസാരി, എന്റെ മാല, എന്റെ ദൈവമേ, വായി നോക്കി നിൽക്കാതെ പോയി മേടിച്ചോണ്ട് വേണം. ഇല്ലെങ്കിൽ നീ എനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ പോലീസ് കേസ് കൊടുക്കും.
തീരാൻ നേരത്ത് അയാളുടെ ഒരു കുമ്പസാരവും തന്തവൈബും അയാളെ ഞാൻ